എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് പഴയ ഇൻവിറ്റേഷൻ കാർഡ് വെച്ചിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള നമ്മുടെ ഒരു ചെറിയ നോട്ട്ബുക്കിൻ്റെ ഒക്കെ വലിപ്പം ഉണ്ടാവില്ലേ, അത് ഏകദേശം അത്ര വരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇത്ര വലിപ്പമുള്ളത് വേണമെന്നില്ല, അതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളത് വേണമെന്നൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു മുൻഭാഗം എടുത്ത് മാറ്റിയിട്ട് ഈ ഉള്ളിലത്തെ പീസാണ് എടുക്കുന്നത്. പിന്നെ ദേ ഇതുപോലത്തെ ഒരു തുണിയുടെ പീസ് വേണം. അപ്പോൾ തുണിയുടെ പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു ഭംഗിയുള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പഴയതാണെങ്കിലും കുറച്ചൊരു ഭംഗിയുള്ളത് ആണെങ്കിലല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്താലും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു പഴയ കുഷ്യൻ്റെ കവറാണ്, കീറിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് കാണാൻ കുറച്ച് ഭംഗിയൊക്കെയുള്ള ഒരു മോഡൽ, ഒരു ചെറിയ വെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണേ. നമ്മുടെ കയ്യിലുള്ള ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു 1-2 ഇഞ്ചൊക്കെ പുറത്തേക്ക് നിൽക്കണം. അത്രയ്ക്കും ഉള്ള ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ സിൽക്ക് പോലെ ഉള്ളതല്ലാണ്ട് കുറച്ചൊരു ബലത്തിൽ നിൽക്കുന്നതാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ വെൽവെറ്റിൻ്റെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ ഫുള്ളും, ഇൻവിറ്റേഷൻ കാർഡിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ. ഇനി ഞാനത് ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കോർണറിൽ ചെറിയൊരു ചതുരം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ മടക്കുമ്പോൾ കറക്റ്റായിട്ട് മടങ്ങി ഇങ്ങനെ ആ ഒരു കോർണർ ശല്യപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചതുര പീസ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഒട്ടിക്കുക, ഫുള്ള് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഫാബ്രിക് ഗമ്മൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ നമ്മൾ 4 സൈഡും ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഉള്ളിൽ ചെറിയൊരു ലൈനിങ് പോലെ കൊടുക്കാൻ ഞാൻ ഈ ഒരു മിൽമയുടെ കവറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒരു വെള്ള കളറാണ്. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ക്യാൻവാസൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻവാസ് എടുക്കാം കേട്ടോ. നമുക്ക് തുണിയൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ക്യാൻവാസ് ഉണ്ടാവുമല്ലോ കയ്യിൽ. അതല്ലെങ്കിൽ ചെറിയ കോട്ടൻ്റെ തുണിക്കഷ്ണത്തിൻ്റെ പീസ്, പഴയ ഏതെങ്കിലും തുണിക്കഷ്ണം ഒന്ന് തേച്ച് നീറ്റാക്കി എടുത്തിട്ട് അത് ഒട്ടിച്ചാലും മതി. ഇതിപ്പോൾ നല്ലൊരു വൃത്തിയിൽ നിൽക്കുന്നതാണ് ഈ കവർ, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ ലൈനിങ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആ ഒരു കാർഡിൻ്റെ വലിപ്പമില്ലേ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിൻ്റെ വലിപ്പത്തിനേക്കാളും കുറച്ച് ചെറുതായിട്ട് വേണം ഈ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാനേ, എന്നാലേ കറക്റ്റായിട്ട് വൃത്തിയിൽ നിൽക്കുള്ളൂ. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വെച്ച് നോക്കിയിട്ട് അറിയാലോ നമുക്ക്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഗമ്മാക്കിയിട്ട് ദേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, സൈഡിൽ ചെറുതായിട്ട് ആ റെഡ് കളർ ഇങ്ങനെ കാണണം, അതേപോലെ. ഇനി നമുക്ക് വേണ്ടത് വെൽക്രോ ഇല്ലേ, ഇങ്ങനെ നമ്മുടെ ഷൂവിലൊക്കെ ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു കുഷ്യൻ്റെ ഇതുമ്പോഴും ഉണ്ടത്, അതുകൊണ്ട് അതാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. നമുക്കിതിങ്ങനെ വലിച്ചൂരുന്ന ടൈപ്പില്ലേ, നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതേ സംഭവം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക്, നമ്മുടെ ആവശ്യത്തിന് തൽക്കാലം കിട്ടി, കണ്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കാമല്ലോ നമുക്ക് സുഖമായിട്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവത്തിൽ ഒട്ടിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് അമർത്തി മടക്കിയ ശേഷം വേണം ഈ ഒരു വെൽക്രോ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മടക്കി നോക്കി, എന്നിട്ട് ആ മടക്കിയത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയും കൂടി ചെയ്യാണ്. അപ്പോൾ സൈഡിലൊരു 2 ലൈൻ പോലെ മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. ലൈൻ പോലെ ഗം വെച്ചിട്ട് ആക്കിയിട്ട് അത് കറക്റ്റായിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഭാഗത്തേക്കൊന്നും ഗമ്മാവാണ്ട് കറക്റ്റ് ഒരു ലൈൻ പോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഈ ഒരു വെൽക്രോവും കൂടെ വെച്ച് നോക്കിയിട്ട് അതും കറക്റ്റ് ആ ഒരു പൊസിഷനിൽ തന്നെ ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഇതിനോട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം ആദ്യം, അല്ലെങ്കിൽ പിന്നെ സ്ഥാനം മാറിപ്പോയാലോ. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഗമ്മാക്കാം. എന്നിട്ട് ആ മൂടേണ്ട ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു പൊസിഷൻ നമുക്ക് മാറാണ്ട് തന്നെ കിട്ടും ഇങ്ങനെ വെച്ചിട്ട്.
അപ്പോൾ ദേ നമ്മുടെ പരിപാടി ഏകദേശം ഇങ്ങനെ ആയി വരുന്നു, കണ്ടില്ലേ. ഇനി നമുക്കിതിനൊന്ന് ഡെക്കറേറ്റും കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പഴയ മാലയുടെ ലോക്കറ്റാണ് കേട്ടോ. അത് ഞാൻ ഇതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പഴയ മുത്തോ അല്ലെങ്കിൽ എന്താണ് ഭംഗിയുള്ളത് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വയ്ക്കുക. പഴയ ഉടുപ്പിൻ്റെയൊക്കെ ഉണ്ടാവില്ലേ ഓരോ സംഭവങ്ങളൊക്കെ, അങ്ങനത്തെയൊക്കെ കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ. നല്ല ഭംഗിയുള്ള ബട്ടണുകളോ എന്തായാലും മതി കേട്ടോ. ഇനി ഞാൻ അതുപോലെ തന്നെ ഒരു പഴയ മാലയുടെയാണ്, അതും ഇവിടെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ ദേ അടിപൊളി ഒരു പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ നീളത്തിലുള്ള പേഴ്സുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു മോഡൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. നമുക്ക് മൊബൈലും അതുപോലെ കുറച്ച് പൈസയൊക്കെ ഇടാൻ പറ്റും. പിന്നെ ചില്ലറ പൈസയൊക്കെ ഇടണമെങ്കിൽ വേറൊരു കുഞ്ഞ് എന്തെങ്കിലും സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൂടെയൊക്കെ പോയാലോ. എന്തായാലും നോട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ, അതുപോലെ മൊബൈലും ഒക്കെ വയ്ക്കാം. അടിപൊളി സ്റ്റൈലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നോക്കിയാൽ നമുക്കിതിൽ വെച്ച് നോക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സംതൃപ്തി കിട്ടിയത് കേട്ടോ. ഇങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ ഇത് ശരിയാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമോ, നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവട്ടെ ഈ ഒരു ഐഡിയ. പിന്നെ ഇന്നലെ ഞാനൊരു അടിപൊളി ഐഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റീൽ ഗ്ലാസും അതുപോലെ കുറച്ച് ഗമ്മൊക്കെ വെച്ചിട്ട്. ആ ഐഡിയ കാണാത്തവർ കണ്ടു നോക്കണേ. അപ്പോൾ സിമ്പിളായിട്ടല്ലേ നമ്മളിത് ചെയ്തത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ടൊക്കെ നന്നായിട്ട് ഒട്ടണുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഈ ഒരു പേഴ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ കൊച്ചു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ പറയാണ്, ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കല്ലേ. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനിയപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ ഉച്ചതിരിഞ്ഞ് 5:30 കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്. താങ്ക് യു.